ഹായ് സ്റ്റുഡൻസ്, ഡൈനാമിക്സ് ഓഫ് മെഷീനറി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ വൈബ്രേഷൻ എന്ന് പറയുന്ന നമ്മുടെ അഞ്ചാമത്തെ മോഡ്യൂൾ, 5-6 മോഡ്യൂൾ വൈബ്രേഷൻസ് ആണ്. അപ്പോൾ അഞ്ചാമത്തെ മോഡ്യൂളിൽ നിന്ന് വരുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള പ്രോബ്ലംസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇന്ന് അതിൻ്റെ ഫസ്റ്റ് പാർട്ടിലുള്ള സിമ്പിൾ ന്യൂമറിക്കൽസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഏപ്രിൽ 2018 ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, a mass of 4.5 kilogram hangs from a spring and makes a damped vibration. Okay. The time of 50 complete oscillation is found to be 18 seconds and the ratio of first downward displacement to the sixth is to be 2.5. Okay. Then we have to find out natural frequency of the system, stiffness of the spring in kilonewton per meter, damping coefficient in Newton second per meter and critical damping coefficient. ഓക്കെ, അപ്പോൾ നമുക്കിതിൽ തന്നിരിക്കുന്ന ഗിവൺ ഡേറ്റാസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, മാസ് തന്നിട്ടുണ്ട്, മാസ് ഇസ് ഈക്വൽ ടു 4.5 കിലോഗ്രാം. ദെൻ നമ്പർ ഓഫ് ഓസിലേഷൻ തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് 50. ദെൻ ടൈം ടേക്കൺ ഫോർ 50 ഓസിലേഷൻ എന്ന് പറയുന്നത് 18 സെക്കൻഡ്സ് ആണ്. ദെൻ അതേപോലെ നമുക്ക് തന്നിരിക്കുന്ന മറ്റൊരു ഡേറ്റയാണ് എന്ത്, ഫസ്റ്റ് ആംപ്ലിറ്റ്യൂഡ്, ഇനീഷ്യൽ ആംപ്ലിറ്റ്യൂഡ് അല്ലെങ്കിൽ ഫസ്റ്റ് ഡൗൺവേർഡ് ആംപ്ലിറ്റ്യൂഡ് ആൻഡ് സിക്സ്ത് ഡൗൺവേർഡ് ആംപ്ലിറ്റ്യൂഡ്. അപ്പോൾ ആംപ്ലിറ്റ്യൂഡിൻ്റെ റേഷ്യോ ആണ് തന്നിരിക്കുന്നത്, x1/x6 ഈസ് ഈക്വൽ ടു 2.5. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് പാർട്ടിലേക്ക് പോകാം. എന്താണ് നാച്ചുറൽ ഫ്രീക്വൻസി? നാച്ചുറൽ ഫ്രീക്വൻസി നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക? നാച്ചുറൽ ഫ്രീക്വൻസി ഇൻ ഹെഡ്സ് വി ഹാവ് ഇറ്റ് ഈസ് ദ ഇക്വേഷൻ ഫോർ ദ നാച്ചുറൽ ഫ്രീക്വൻസി ടു ഫൈൻഡിങ് നാച്ചുറൽ ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഓസിലേഷൻ ഡിവൈഡഡ് ബൈ ടൈം. ഓക്കെ, ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് ഓസിലേഷൻ പെർ യൂണിറ്റ് ടൈം ആണ്. ഓക്കെ, സോ n/t ആണ്. ദെൻ ഇതേപോലെ തന്നെ ആംഗുലാർ നാച്ചുറൽ ഫ്രീക്വൻസി ഒമേഗ എൻ എന്ന് പറഞ്ഞാൽ എന്താണ്? 2π × FN. അതാണ് റേഡിയൻ പെർ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള നമുക്ക് ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് FN വരെ n/t സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നാച്ചുറൽ ഫ്രീക്വൻസി കിട്ടും. ഒമേഗ n = 2π × നമ്പർ ഓഫ് ഓസിലേഷൻ 50 ആണ്. Time taken for 50 oscillation is 18. So we will get natural frequency omega n as 17.45 radian per second. Okay. അപ്പോൾ ഫസ്റ്റ് പാർട്ടിൽ നമുക്ക് ആൻസർ കിട്ടി, നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ ഓർ വൈബ്രേഷൻ. ദെൻ നെക്സ്റ്റ് നമുക്കറിയാം നാച്ചുറൽ ഫ്രീക്വൻസിക്ക് നമുക്ക് മറ്റൊരു എക്സ്പ്രഷൻ അറിയാം, ഒമേഗ n = √(s/m), വേർ എസ് എന്ന് പറയുന്നത് എന്താണ്? സ്പ്രിംഗ് കോൺസ്റ്റന്റ്, എം എന്ന് പറയുന്നത് മാസ്. ഓക്കെ, ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് സ്പ്രിംഗ് കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, സോ സ്പ്രിംഗ് കോൺസ്റ്റന്റ് നമുക്ക് ഈ എക്സ്പ്രഷൻ രണ്ട് സൈഡിലും സ്ക്വയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടും സ്പ്രിംഗ് കോൺസ്റ്റന്റ് S = m × ഒമേഗ n സ്ക്വയർ. ഓക്കെ, ഒമേഗ n നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്, മാസ് നമുക്ക് തന്നിട്ടുണ്ട്. സോ വി ക്യാൻ ഈസിലി ഫൈൻഡ് ഔട്ട് S = സ്പ്രിംഗ് കോൺസ്റ്റന്റ് S = m × ഒമേഗ n സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഒമേഗ n 17.45, അതേപോലെ മാസ് 4.5 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആൻസർ കിട്ടും 1370.26 ന്യൂട്ടൺ മീറ്റർ. ഓക്കെ, ബട്ട് ആൻസർ വേണ്ടത് കിലോന്യൂട്ടൺ പെർ മീറ്ററിലാണ്. സോ ബൈ ഡിവൈഡിങ് വിത്ത് 1000 വി വിൽ ഗെറ്റ് 1.37 kilonewton per meter. That is the spring constant അല്ലെങ്കിൽ spring stiffness. ഓക്കെ, നെക്സ്റ്റ് പാർട്ടിൽ നമുക്കറിയാം ക്വസ്റ്റ്യന് തന്നിരിക്കുന്നത് x1/x6 ആണ് തന്നിട്ടുള്ളത്. ഈ x1/x6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം x1/x2 all⁵5. കാരണം all⁵5 പറയാൻ എന്താണ്? 5 കംപ്ലീറ്റ് ഓസിലേഷന് ശേഷമാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, സിക്സ്ത് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് എന്താണ്? 5 ഓസിലേഷന് ശേഷമാണ് നമുക്ക് സിക്സ്ത് ആംപ്ലിറ്റ്യൂഡ് കിട്ടുക. ഓക്കെ, അപ്പം x1/x2 all⁵5 ആണെന്ന് നമുക്കറിയാം. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് രണ്ട് സൈഡിലും ലോഗരിതം എടുക്കുകയാണെങ്കിൽ ലോഗരിതമിക് ഡിക്രിമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെൽറ്റ ഈസ് ഈക്വൽ ടു ln x1/x2 ആണ്. ഓക്കെ, ഇപ്പോൾ തന്നിരിക്കുന്ന എക്സ്പ്രഷനിൽ നിന്ന് x1/x2 കണ്ടുപിടിക്കാൻ രണ്ട് സൈഡിൽ നമ്മൾ എന്ത് ചെയ്യണം? 1/5th പവർ നമ്മൾ എടുക്കണം. ഓക്കെ, അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ഡെൽറ്റ കണ്ടുപിടിക്കാം. ഡെൽറ്റ ഈസ് ഈക്വൽ ടു 1/5 ln x1/x6. ഓക്കെ, x1/x6 ഓൾറെഡി നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. സോ ലോഗരിതമിക് ഡിക്രിമെന്റ് വളരെ സിമ്പിളായിട്ട് കണ്ടുപിടിക്കാം. ലോഗരിതമിക് ഡിക്രിമെന്റ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ ഈസ് ഈക്വൽ ടു 1/5 ln 2.5. ഓക്കെ, അപ്പോൾ നമുക്ക് ലോഗരിതമിക് ഡിക്രിമെന്റ് എന്തെന്ന് പറഞ്ഞ് കിട്ടും? 0.1833 എന്നും പറഞ്ഞുള്ള വാല്യൂ നമുക്ക് ലോഗരിതമിക് ഡിക്രിമെന്റ് ആയിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ അത് ഓർത്തിരിക്കുക. അപ്പോൾ ഈ ലോഗരിതമിക് ഡിക്രിമെന്റ് കണ്ടുപിടിക്കാനുള്ള ഒരു എക്സ്പ്രഷൻ ഓർത്തിരിക്കുക. ഡെൽറ്റ ഈസ് ഈക്വൽ ടു 1/n ln x1/x6. ഓക്കെ, ഓർ x1/xn+1. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമുക്ക് ക്ലിയർ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ലോഗരിതമിക് ഡിക്രിമെന്റ് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ,
ഇനി ലോഗരിതമിക് ഡിക്രിമെന്റ് മറ്റൊരു എക്സ്പ്രഷൻ ഉണ്ട്, 2π സീറ്റ ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് 1 മൈനസ് സീറ്റ സ്ക്വയർ. അവിടെ സീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? സീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാമ്പിംഗ് റേഷ്യോ ആണ്, ഓക്കെ, ഓർ ഡാമ്പിംഗ് ഫാക്ടർ ആണ് സീറ്റ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഈ ഒരു എക്സ്പ്രഷനെ സിംപ്ലിഫൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് സീറ്റയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, രണ്ട് സൈഡിലും സ്ക്വയർ എടുത്ത് അതിനുശേഷം സീറ്റ നമ്മൾ സിംപ്ലിഫൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് സീറ്റയ്ക്ക് ഒരു റെഡിമെയ്ഡ് ഇക്വേഷൻ ഇങ്ങനെ കിട്ടും. അപ്പോൾ ഇത് ഇതേപടി തന്നെ ബൈഹാർട്ട് പഠിക്കുന്നതാണ് കുറച്ച് സിംപ്ലിസിറ്റി. ഓക്കെ, അപ്പോൾ അടിച്ചു വയ്ക്കുകയാണെങ്കിൽ സീറ്റ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 1/1 പ്ലസ് 4π സ്ക്വയർ ബൈ ഡെൽറ്റ സ്ക്വയർ. ഡെൽറ്റ എന്ന് പറഞ്ഞാൽ ലോഗരിതമിക് ഡിക്രിമെന്റ് ആണ്. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഓൾറെഡി ലോഗരിതമിക് ഡിക്രിമെന്റിന്റെ വാല്യൂ കിട്ടിയിട്ടുണ്ട് 0.1833. ഓക്കെ, അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സീറ്റയുടെ വാല്യൂ, സീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡാമ്പിംഗ് ഫാക്ടർ അല്ലെങ്കിൽ ഡാമ്പിംഗ് റേഷ്യോ, ഡാമ്പിംഗ് ഫാക്ടർ അല്ലെങ്കിൽ ഡാമ്പിംഗ് റേഷ്യോ. ഓക്കെ, അപ്പോൾ നമുക്ക് സീറ്റയുടെ വാല്യൂ കിട്ടും 0.0292 എന്നൊരു വാല്യൂ കിട്ടും. അതായത് ഡെൽറ്റയ്ക്ക് 0.1833 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ. ഓക്കെ, നെക്സ്റ്റ് നമുക്കറിയാം എന്താണ് ഡാമ്പിംഗ് റേഷ്യോ അല്ലെങ്കിൽ ഡാമ്പിംഗ് ഫാക്ടറിന്റെ ബേസിക് ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡാമ്പിംഗ് കോഎഫിഷ്യന്റ് ഡിവൈഡഡ് ബൈ ക്രിട്ടിക്കൽ ഡാമ്പിംഗ് കോഎഫിഷ്യന്റ്. ഓക്കെ, ദാറ്റ് ഈസ് സീറ്റ ഈസ് ഈക്വൽ ടു C ബൈ CC. ഓക്കെ, അതിൽ CCയുടെ ഇക്വേഷൻ, CC കണ്ടുപിടിക്കാനുള്ള ഓൾറെഡി ഒരു ഇക്വേഷൻ നമുക്കറിയാം. എങ്ങനെ? CC ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു റൂട്ട് SM. S എന്ന് പറഞ്ഞാൽ സ്പ്രിംഗ് കോൺസ്റ്റന്റ്, M എന്ന് പറഞ്ഞാൽ മാസ്. ഓക്കെ, ഇറ്റ്സ് എ വെരി വെരി ഇമ്പോർട്ടൻറ്റ് റിലേഷൻ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് വളരെ സിമ്പിളായിട്ട് സിയുടെ വാല്യൂ കണ്ടുപിടിക്കാം. എങ്ങനെയാണ് സിയുടെ വാല്യൂ കണ്ടുപിടിക്കുക? 2 റൂട്ട് SM നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ആയിട്ട് നമുക്ക് കിട്ടും C ഈസ് ഈക്വൽ ടു സീറ്റ ഇൻറ്റു 2 റൂട്ട് SM. ഓക്കെ, അപ്പം നമുക്ക് ഡാമ്പിംഗ് കോയിഫിഷ്യൻറ്റിൻ്റെ വാല്യൂ കിട്ടും. ഡാമ്പിംഗ് കോയിഫിഷ്യൻറ്റ് സീറ്റ ഇൻറ്റു റൂട്ട് ഓഫ് 2 റൂട്ട് SM. സീറ്റയുടെ വാല്യൂ നമുക്കറിയാം, സ്പ്രിംഗ് കോൺസ്റ്റന്റ് എസിൻ്റെ വാല്യൂ നമുക്കറിയാം, M മാസിൻ്റെ വാല്യൂ നമുക്കറിയാം. അപ്പം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ആൻസർ ഇങ്ങനെ കിട്ടും 4.58 ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ. ദാറ്റ് ഈസ് ദ ഡാമ്പിംഗ് കോയിഫിഷ്യൻറ്റ്. ഡാമ്പിംഗ് കോയിഫിഷ്യൻറ്റ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ക്രിട്ടിക്കൽ ഡാമ്പിംഗ് കോയിഫിഷ്യൻ്റ് ആണ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു റിലേഷൻ ആണ്. ക്രിട്ടിക്കൽ ഡാമ്പിംഗ് കോഎഫിഷ്യന്റ് എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു റൂട്ട് SM ആണ്. ഓക്കെ, അതിൽ സ്പ്രിംഗ് കോൺസ്റ്റന്റ് വാല്യൂ നമുക്കറിയാം, അതേപോലെ സ്പ്രിംഗ് കോൺസ്റ്റന്റ് അല്ലെങ്കിൽ സ്പ്രിംഗ് സ്റ്റിഫ്നെസ് എസ് അതിൻ്റെ വാല്യൂ നമുക്കറിയാം, മാസിൻ്റെ വാല്യൂ അറിയാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 157.05 ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ. ഓക്കെ, ഇനി ഇതൊരു പ്രാക്ടീസിങ് ക്വസ്റ്റ്യൻ ആണ്. അതായത് ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്തതിനെ പോലെ തന്നെ സിമിലർ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കേസിൽ ഇത് മാസ് ഓഫ് ദ സിംഗിൾ ഡിഗ്രി ഡാംഡ് വൈബ്രേഷൻ സിസ്റ്റം ഈ 7.5 മാസ് വന്നിട്ടുണ്ട്. ആൻഡ് മേക്സ് 24 ഓസിലേഷൻ ഫ്രീ ഓസിലേഷൻ ഇൻ 14 സെക്കൻഡ്സ്. അപ്പം നമ്പർ ഓഫ് ഓസിലേഷൻ തന്നിട്ടുണ്ട് 24 ആണ് N. ദെൻ ടൈം തന്നിട്ടുണ്ട്. വെൻ ഡിസ്റ്റർബ്ഡ് ഫ്രം ഇറ്റ്സ് ഇക്വിലിബ്രിയം പൊസിഷൻ the amplitude of vibration reduces 0.25 of its initial value after 5 oscillation. ഓക്കെ, അപ്പോൾ നമുക്ക് x1/x6 തന്നെയാണ് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന വാല്യൂ അത് തന്നെയാണ് x1 അല്ലെങ്കിൽ x0/x5. ഓക്കെ, അതായത് ഇനിഷ്യൽ നമ്മൾ x0 എന്ന് എടുക്കുകയാണെങ്കിൽ x0/x5. അപ്പോൾ ആ വാല്യൂ തന്നിട്ടുണ്ട് 0.25. ഓക്കെ, ദെൻ വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ സ്റ്റിഫ്നെസ് ഓഫ് ദ സ്പ്രിംഗ്, ദെൻ ലോഗരിതമിക് ഡിക്രിമെന്റ്, ഡാമ്പിംഗ് ഫാക്ടർ. ഓക്കെ, ഇപ്പോൾ നമ്മൾ കുറച്ച് മുമ്പ് ഡിസ്കസ് ചെയ്ത പ്രോബ്ലത്തിൽ അതേ സെയിം ഇക്വേഷൻസ് നമ്മൾ യൂസ് ചെയ്താൽ മതി. ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് നാച്ചുറൽ frequency of vibration omega n. Then from the value of omega n we can find out the spring constant or spring stiffness. Then logarithmic decrement can be calculated by using the ratios. Okay, x0/x5 by using the relation. Okay, that is 1/5 ln x1/x5. Okay, ആ റിലേഷൻ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഈ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും, ഡെൽറ്റ വാല്യൂ, ലോഗരിതമിക് ഡിക്രിമെന്റ്. ഓക്കെ, ദെൻ ലാസ്റ്റ് വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ഡാമ്പിംഗ് ഫാക്ടർ. ഡാമ്പിംഗ് ഫാക്ടർ ഇസ് നത്തിങ് ബട്ട് ഇറ്റ് ഈസ് സീറ്റ. സി അല്ല, സീറ്റയാണ്. ഓക്കെ, ഡാമ്പിംഗ് കോഎഫിഷ്യന്റ് അല്ല ചോദിച്ചിട്ട് ഡാമ്പിംഗ് ഫാക്ടർ ആണ്. ഓക്കെ, അപ്പോൾ ലോഗരിതമിക് ഡിക്രിമെന്റ് കിട്ടിക്കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് ഓൾറെഡി ഒരു റെഡിമെയ്ഡ് ഇക്വേഷൻ ഉണ്ട്, അതിനകത്ത് നമുക്ക് വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ദെൻ ഇറ്റ്സ് ആൻസർ എന്തൊക്കെയാണ് വരുന്നത്? അപ്പോൾ പ്രാക്ടീസ് ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾ തന്നെ ചെയ്ത് നോക്കുക. ആൻസർ എസ് എന്ന് പറയുന്നത് 860 ന്യൂട്ടൺ പെർ മീറ്റർ ആണ്. ലോഗരിതമിക് ഡിക്രിമെന്റ് 0.28 ആണ്. അതേപോലെ ഡാമ്പിംഗ് ഫാക്ടറിന്റെ വാല്യൂ 0.045 ആണ്. ഓക്കെ, അപ്പോൾ ഇത് സിമിലർ ആയിട്ട് ഫസ്റ്റ് ക്വസ്റ്റ്യൻ സിമിലർ ആയിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോബ്ലം ആണ്. ദെൻ നെക്സ്റ്റ് ഡിസംബർ 2019 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചെയ്യുന്നത്. എ മെഷീൻ ഓഫ് മാസ് 75 കിലോഗ്രാം ഈസ് മൗണ്ടഡ് ഓൺ സ്പ്രിങ്സ് and is fitted with a dashboard to the damp out vibration. There are 3 springs each of stiffness 10 Newton per mm, and it is found that the amplitude of vibration diminishes from 38.4 mm to
6.4 mm in two complete oscillations. Assuming that the damping force varies as the velocity, then determine the resistance of dashpot at unit velocity, the ratio of frequency of damped vibration to the frequency of the undamped vibration. The third one, the periodic time of damped vibration. Okay. First of all, നമുക്ക് എന്തൊക്കെയാണ് the given values എന്ന് നോക്കാം. അപ്പോൾ തന്നിരിക്കുന്ന വാല്യൂസ്, ഗിവൺ വാല്യൂസ് എന്തൊക്കെയാണ്? ഒന്ന് മാസ് തന്നിട്ടുണ്ട്, റൈറ്റ്? മാസ് തന്നിട്ടുണ്ട് 75 കിലോഗ്രാം. ദെൻ സ്പ്രിംഗ് കോൺസ്റ്റന്റ് അല്ലെങ്കിൽ സ്പ്രിംഗ് സ്റ്റിഫ്നെസ് എസ് തന്നിട്ടുണ്ട്. എത്രയാണ്? 10 ന്യൂട്ടൺ പെർ എം എം. ഓക്കെ, 10 ന്യൂട്ടൺ പെർ എം എമ്മിനെ നമ്മൾ SI യൂണിറ്റിലോട്ട് കൺവേർട്ട് ചെയ്യുകയാണ്. ഓക്കെ, SI യൂണിറ്റിലോട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് കിട്ടും? 10 × 10⁻³ ന്യൂട്ടൺ പെർ മീറ്റർ. ഓക്കെ, അതായത് അതുപോലെ ഇനിഷ്യൽ ആംപ്ലിറ്റ്യൂഡ് x1 തന്നിട്ടുണ്ട്. അത് നമ്മൾ വി ഹാവ് ടു കൺവേർട്ട് ഇറ്റ് ഇൻറ്റു മീറ്റർ. മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്തില്ലെങ്കിലും പ്രശ്നമില്ല, അങ്ങനെ തന്നെ സെയിം യൂണിറ്റ് ആയതുകൊണ്ട്. ഓക്കെ, ദെൻ x3, അതായത് ആഫ്റ്റർ 2 കംപ്ലീറ്റ് ഓസിലേഷൻ ആണ്. 2 ഓസിലേഷൻ കഴിഞ്ഞപ്പം ഫസ്റ്റ് ഇനിഷ്യൽ x1 ആണ്, ഫസ്റ്റ് ഓസിലേഷൻ കഴിയുമ്പോൾ x2, സെക്കൻഡ് ഓസിലേഷൻ കഴിയുമ്പോൾ x3. ഓക്കെ, സോ അത് x3 is equal to 6.4 mm. Then we are converted into SI unit. Then സ്റ്റിഫ്നെസ് തന്നിരിക്കുന്ന ഒരു സ്പ്രിങ്ങിൻ്റെ ആണ്. 10 × 10⁻³ ന്യൂട്ടൺ പെർ മീറ്റർ എന്ന് പറയുന്നത് ഒരു സ്പ്രിങ് ആണ്. ആക്ച്വലി നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ മെഷീൻ 3 സ്പ്രിങ്ങിലാണ് മൗണ്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ടോട്ടൽ സ്റ്റിഫ്നെസ് കാണണം. 3 സ്പ്രിങ്ങും പാരലൽ അറേഞ്ച്മെന്റ് ആണ്. ഓക്കെ, പാരലൽ അറേഞ്ച്മെന്റ്, അത് പറയേണ്ട കാര്യമില്ല. സീരീസ് ആയിട്ട് വെച്ചുകൊണ്ട് നമുക്ക് സീരീസ് ആയിട്ട് സ്പെസിഫൈ ചെയ്യാത്തത് കൊണ്ട് തന്നെ നോർമലി മെഷീൻസ് എല്ലാം മൗണ്ട് ചെയ്യുമ്പോൾ നമ്മുടെ സ്പ്രിങ് എങ്ങനെയാണ് വെക്കുക? പാരലൽ ആയിട്ടാണ് മൗണ്ട് ചെയ്യുക. ഓക്കെ, പാരലൽ ആയിട്ടായിരിക്കും കണക്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ പാരലൽ ആയിട്ട് അറേഞ്ച് ചെയ്തിരിക്കുക. അപ്പോൾ സ്പ്രിങ് എഫക്റ്റീവ് സ്പ്രിംഗ് കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ 3 × S ആണ്. ഓക്കെ, ദാറ്റ് ഈസ് ദ ടോട്ടൽ സ്പ്രിംഗ് കോൺസ്റ്റന്റ്. ഓക്കെ, സ്റ്റിഫ്നെസ് ഓഫ് ദ സ്പ്രിംഗ് സിസ്റ്റം. ആ സിസ്റ്റം തരുന്ന സ്റ്റിഫ്നെസ് എന്ന് പറഞ്ഞാൽ 30 × 10⁻³ ന്യൂട്ടൺ പെർ മീറ്റർ ആയിരിക്കും. 3 × സ്റ്റിഫ്നെസ് ഓഫ് ഈച്ച് സ്പ്രിംഗ്. Then we can calculate the natural frequency of vibration or motion. Frequency of motion omega n എന്ന് പറഞ്ഞാൽ √S/m ആണ്. സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ്. അതിൽ S എന്ന് പറയുന്നത് ഓൾവേസ് ഇറ്റ് ഷുഡ് ബി ഇൻ ന്യൂട്ടൺ പെർ മീറ്റർ. And so it is 30 × 10⁻³ so we will get the natural frequency of the motion is 20 radian/second. Okay, then നമുക്ക് ഇനി അടുത്ത് നെക്സ്റ്റ് കണ്ടുപിടിക്കേണ്ടത് റെസിസ്റ്റൻസ് ഓഫ് ദ ഡാഷ്പോട്ട് അറ്റ് യൂണിറ്റ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, എന്താണ്? സി ആണ്. ഓക്കെ, സി എന്ന് പറഞ്ഞാൽ എന്താണ്? ഡാമ്പിംഗ് കോഎഫിഷ്യന്റ്. ഓക്കെ, ഡാമ്പിംഗ് കോഎഫിഷ്യന്റ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സി എന്ന് പറഞ്ഞാൽ ഡാമ്പിംഗ് കോഎഫിഷ്യന്റ് ആണ്. x2 എന്ന് പറഞ്ഞാൽ എന്താണ്? ആംപ്ലിറ്റ്യൂഡ് ആഫ്റ്റർ 1 കംപ്ലീറ്റ് ഓസിലേഷൻ. x3 എന്ന് പറഞ്ഞാലോ ആംപ്ലിറ്റ്യൂഡ് ആഫ്റ്റർ 2 കംപ്ലീറ്റ് ഓസിലേഷൻ. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമുക്കറിയാം x1/x2 എന്ന് പറയുന്നതും x2/x3 എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയായിരിക്കും? സെയിം ആയിരിക്കും. കോൺസിക്യൂട്ടീവ് ആയിട്ട് വരുന്ന ആംപ്ലിറ്റ്യൂഡ്സിന്റെ റേഷ്യോ എപ്പോഴും എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതിനകത്ത് നമുക്ക് ക്ലിയർ ആയിട്ട് ഇങ്ങനെ പറയാം, x1/x2 is equal to all square is equal to x1/x3. ഓക്കെ, ഇത് സ്റ്റാൻഡേർഡ് എക്സ്പ്രഷൻ നമ്മൾ എല്ലായിടത്തും ഉപയോഗിക്കുന്നതാണ്. തൊട്ട് മുമ്പത്തെ പ്രോബ്ലത്തിലൊക്കെ നമ്മളത് പറഞ്ഞിട്ടുള്ളതാണ്. സോ ഇതിനകത്ത് നമുക്ക് x1/x2 കണ്ടുപിടിക്കാം. ദാറ്റ് ഈസ് x1/x3 all raised to 1/2. ഓക്കെ, ഇപ്പോൾ x1 x3 തന്നിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് x1/x2 ഓൾറെഡി നമ്മൾ എന്ത് ചെയ്തു? കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, x1/x2 is equal to it is 2.45. x1/x2 is equal to 2.45. Then we have to calculate the logarithmic decrement. എന്താണ് logarithmic decrement എന്ന് പറയുന്നത്? It is ln x1/x2. Delta is equal to ln x1/x2. ഓൾറെഡി x1/x2 നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് ഡെൽറ്റ അല്ലെങ്കിൽ ലോഗരിതമിക് ഡിക്രിമെന്റിന്റെ വാല്യൂ കിട്ടും. ഡെൽറ്റ is equal to ln 2.45. that is 0.8961. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് സീറ്റയുടെ വാല്യൂ നമുക്ക് ഓൾറെഡി ലോഗരിതമിക് ഡിക്രിമെന്റ് കിട്ടിയിട്ടുണ്ട്. Then we can easily calculate the value of theta, that is damping factor. Okay, damping factor or damping ratio. Theta is equal to 1/√1/1 plus 4 pi square by delta square is equal to അപ്പോൾ അതിനകത്ത് നമ്മൾ ലോഗരിതമിക് ഡിക്രിമെന്റിന് 0.8961 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഡാമ്പിംഗ് ഫാക്ടറിന്റെ വാല്യൂ കിട്ടും. ഡാമ്പിംഗ് ഫാക്ടർ ഓർ ഡാമ്പിംഗ് റേഷ്യോ, ദാറ്റ് ഇസ് സീറ്റ 0.1412. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഡാമ്പിംഗ് കോയിഫിഷ്യൻ്റ് ആണ്. വാട്ട് ഈസ് ഡാമ്പിംഗ് കോയിഫിഷ്യൻറ്റ്? ഡാമ്പിംഗ് കോയിഫിഷ്യൻറ്റ് C is equal to, നമുക്കറിയാം സീറ്റ ഓൾറെഡി നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് C/cc. അതാണ് സീറ്റ എന്ന് പറയുന്നത്. ഓക്കെ, but we know that the value of cc is nothing but it is 2 × √sm. Okay, 2 × √sm. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് സിയുടെ വാല്യൂ കിട്ടും. ഡാമ്പിംഗ് കോയിഫിഷ്യൻറ്റ് is equal to zeta × 2 × √sm. ഓക്കെ, ദാറ്റ് ഈസ് zeta × cc, ക്രിട്ടിക്കൽ ഡാമ്പിംഗ് കോയിഫിഷ്യൻറ്റ്. ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾ വാല്യൂസ് നമുക്ക് എല്ലാം അറിയാം. സീറ്റ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. സ്പ്രിംഗ് കോൺസ്റ്റന്റ് നമുക്കറിയാം, എഫക്റ്റീവ് സ്പ്രിംഗ് കോൺസ്റ്റന്റ് ആണ് 3 ×
10 into 10 raised to 3. So we will get 30 into 10 raised to 3. Then mass in the value it is 75. Okay. Now calculate 423 Newton second per meter. Okay. That's damping coefficient. And next we have to calculate the ratio of damped frequency to undamped frequency. That is natural frequency. Okay. That is omega d. Omega d expression omega d is frequency of damped vibration, which is equal to omega n into root of 1 minus zeta square. Okay. Where omega n is a natural frequency of free vibration. Okay. Natural frequency of natural frequency or frequency of free vibration. Now, the ratio omega d by omega n it is root of 1 minus zeta square. Okay. Already we damping factor zeta value already calculated, so we can calculate easily omega d by omega n is equal to root of 1 minus zeta square. Zeta value already substitute here, so we will get omega d by omega n is equal to 0.99. Okay. And now we have to calculate the periodic time of damped vibration. Damped vibration periodic time we calculate. Okay. That is TD. TD is periodic time 2 pi by omega d. Okay, 2 pi by omega d. Omega d is the expression omega n into root of 1 minus zeta square. Okay. Now, already root of 1 minus omega n natural frequency already contributed omega n value. Then zeta value damping factor. Okay. Substitute here. TD is equal to 2 pi divided by 20 into root of 1 minus zeta square, where zeta is equal to 0.1412. Okay. A substitute time period in the value. Periodic time of damped vibration that is 0.32 seconds. Okay. Now we will discuss September 2020 question. Okay. That is a vibrating system consists a mass of 60 kilogram. Okay. A spring with a stiffness it is 40 kilonewton per meter and a damper. Okay. The damping provided only 20% of the critical value. Okay, damping provided only 20% of critical value. No, meaning damping coefficient critical damping coefficient 20%. Okay, we have to determine damping factor, critical damping coefficient, natural frequency of damped vibration, logarithmic decrement, ratio of two consecutive amplitudes. Okay, what are the given values? Mass mass. Okay, m is equal to 60 kilogram. Then s s it is spring constant or spring stiffness. It is 40 kilonewton per meter. So we have to convert it into SI unit. That is 40,000 Newton per meter. Okay. Then 20% it is the damping coefficient is equal to 20% of critical damping coefficient. That is C is equal to 0.2 cc. Okay. So first of all, we have to calculate damping factor. What is damping factor? Damping factor is zeta. Zeta is equal to damping coefficient divided by critical damping coefficient. That is zeta is equal to C by Cc. Okay. So the question itself, they are given that zeta is equal to 0.2. Okay. Now we have to calculate a critical damping coefficient. What is it? Cc. Cc is equal to 2 into root Sm. That is the equation for finding out critical damping coefficient. Cc is equal to 2 into root Sm. This spring constant value 40,000 Newton per meter. Substitute here. The mass in the value substitute here. So we will get 3098.38 Newton second per meter. That is the critical damping coefficient. Now we have to calculate the natural frequency. What is the natural frequency? Omega n is equal to root S by m. Okay. All values given. Okay. Then natural frequency of damped vibration. That is omega d. Okay. Omega d omega n root of 1 minus zeta square. Omega n root S by m. Okay. Now substitute here. Omega n root 40,000 Newton per meter divided by 60 kilogram into root of 1 minus zeta square. Zeta value already question it is 0.2. Okay. But substitute this answering 25.3 radian per second. That is the damped natural frequency of the vibration. Damped frequency of the vibration. Now we have to calculate logarithmic decrement. What is the logarithmic expression for logarithmic decrement? Delta is equal to 2 pi zeta divided by root of 1 minus zeta square. Zeta is already given. That is which is 0.2 is the value of zeta. Okay, damping factor or damping ratio. Okay,
ഡാമ്പിംഗ് ഫാക്ടർ ഓർ ഡാമ്പിംഗ് റേഷ്യോ. അപ്പോൾ അതിനകത്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട് ലോഗരിതമിക് ഡിക്രിമെന്റ് ഈസ് ഈക്വൽ ടു 1.283. Okay. Now the last question is you have to calculate the ratio of two successive amplitudes, that is xn divided by xn plus 1. It may be x1 by x2, x2 by x3, etc. Okay, but xn by xn plus 1 is equal to e raised to delta. It's a very important relation. ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ ലോഗരിതമിക് ഡിക്രിമെന്റ് ബേസിക് ഡെഫിനേഷൻ അറിയാമെങ്കിൽ തന്നെ നമുക്ക് അത് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, ദാറ്റ് ഈസ് രണ്ട് സക്സസീവ് ആയിട്ടുള്ള ആംപ്ലിറ്റ്യൂഡിന്റെ റേഷ്യോ എന്ന് പറഞ്ഞാൽ xn by xn plus 1 is equal to e raised to delta. ഡെൽറ്റ എന്ന് പറഞ്ഞാൽ ലോഗരിതമിക് ഡിക്രിമെന്റ് ആണ്. ലോഗരിതമിക് ഡിക്രിമെന്റ് ഓൾറെഡി നമുക്കറിയാം 1.283. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് വി വിൽ ഗെറ്റ് ദ വാല്യൂ ആസ് 3.614. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ മെയ് 2019 ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഇൻ എ സിംഗിൾ ഡിഗ്രി ഡാംഡ് വൈബ്രേറ്റിംഗ് സിസ്റ്റം എ സസ്പെൻഡഡ് മാസ് ഓഫ് 8 kilogram മേക്സ് 30 oscillation in 18 seconds. Okay, the amplitude decreases to 0.25 of the initial value after 5 oscillations. Determine the stiffness of the spring, logarithmic decrement, damping factor and damping coefficient. Okay, അപ്പോൾ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് സോൾവ് ചെയ്ത് നോക്കാം. എന്തൊക്കെയാണ്, വാട്ട് ആർ ദ ഗിവൺ ഡാറ്റാസ്? മാസ് തന്നിട്ടുണ്ട് 8 kilogram, നമ്പർ ഓഫ് ഓസിലേഷൻ തന്നിട്ടുണ്ട് 30, then time for 30 oscillation is 18 seconds. Okay, what about the natural frequency? 30 by 18, that is 1.67 hertz. Okay, ഇത് നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്ത സെയിം പ്രോബ്ലത്തിന് അതേ മെത്തേഡ് തന്നെയാണ്, ഒന്നുമില്ല, സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ്. Then what about the omega n? It is 2 pi fn, that is 2 pi into 1.67. So we will get 10.47 radian per second. That is the natural frequency. Okay, then natural frequency matter നമുക്ക് കണ്ടുപിടിക്കാൻ എന്താണ്? സ്റ്റിഫ്നെസ് ഓഫ് ദ സ്പ്രിംഗ് ആണ്. ഓക്കെ, നാച്ചുറൽ ഫ്രീക്വൻസി ഓൾറെഡി നമുക്ക് എക്സ്പ്രഷൻ അറിയാം, ദാറ്റ് ഈസ് എസ് ഒമേഗ എൻ ഇസ് റൂട്ട് എസ് ബൈ എം. ഓക്കെ, അതിനകത്ത് നമുക്ക് എസിന്റെ വാല്യൂ കിട്ടും. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ഇ എസ്? ഇ എസ് ഈസ് ഈക്വൽ ടു എം ഇൻറ്റു ഒമേഗ എൻ സ്ക്വയർ. ഓക്കെ, ഓൾറെഡി നമ്മൾ ഇത് സെയിം മെത്തേഡ് ഓഫ് പ്രോബ്ലം സോൾവ് ചെയ്തതാണ്. ഓക്കെ, സോ വി വിൽ ഗെറ്റ് മാസ് നമുക്കറിയാം, നാച്ചുറൽ ഫ്രീക്വൻസി നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിനകത്ത് നിന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും എസ് ഇസ് ഈക്വൽ ടു 877 Newton per meter. നൗ സെക്കൻഡ് നമുക്ക് ലോഗരിതമിക് ഡിക്രിമെന്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ലോഗരിതമിക് ഡിക്രിമെന്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ x0 എന്ന് പറയുന്ന ഇനിഷ്യൽ ആംപ്ലിറ്റ്യൂഡ് ആയിട്ട് എടുക്കുന്നു. ആഫ്റ്റർ ദ 5 ഓസിലേഷൻ x5. ഓക്കെ, നമ്മുടെ ആദ്യത്തെ പ്രവർത്തി നമ്മൾ x1 x6 എന്ന് പറഞ്ഞ് എടുത്തത്. ഓക്കെ, സിമിലർ മാനർ അതിന് നമുക്ക് ഇങ്ങനെ എഴുതാം, x0 by x1 into x1 by x2 into x2 by x3 ഇങ്ങനെ എഴുതാം. ഈ സംഭവം എല്ലാം എന്താണ്? സെയിം ആണ്. അപ്പോൾ എത്ര ഉണ്ട്? 1 2 3 4 5 ഫാക്ടേഴ്സ് ഉണ്ട്. ദാറ്റ് ഈസ് x0 by x5 ഈസ് ഈക്വൽ ടു x0 by x1 all raised to 5. അങ്ങനെ വരാനുള്ള കാരണം ഓരോ ഇൻഡിവിജ്വൽ ടേംസും ഈക്വൽ ആയതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമുക്ക് x0 by x1 കണ്ടുപിടിക്കാം. എങ്ങനെയാണ്? x0 by x1 ഈസ് ഈക്വൽ ടു x0 by x5 all raised to 1/5. ഓക്കെ, അതായത് അതിൻ്റെ 1/5 റൂട്ട് എടുക്കുക രണ്ടിടത്തും, അപ്പോൾ നമുക്ക് കിട്ടും. സോ ഇതിൽ x0 by x5 എത്രയാണെന്ന് നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. ഓക്കെ, x0 by x5 എത്രയാണെന്ന് നമുക്ക് വാല്യൂ തന്നിട്ടുണ്ട്. എന്താ പറഞ്ഞിരിക്കുന്നത്? ദ ആംപ്ലിറ്റ്യൂഡ് ഡിക്രീസസ് ടു 0.25 ഓഫ് ദ ഇനീഷ്യൽ വാല്യൂ ആഫ്റ്റർ 5 ഓസിലേഷൻ. ഓക്കെ, അപ്പോൾ ഇനീഷ്യൽ വാല്യൂ, അപ്പോൾ നമുക്ക് ഇതിനകത്ത് x5 പകരം എന്ത് എഴുതാം? x5 ഈസ് ഈക്വൽ ടു 0.25 x0. ഓക്കെ, x5 ഈസ് ഈക്വൽ ടു 0.25 x0. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും x5 എന്ന് പറഞ്ഞാൽ 0.25 ആണ് x0. അപ്പോൾ x0 ക്യാൻസൽ ആയിപ്പോൾ then we will get 1 by 0.25 all raised to 1/5. So we will get x0 by x1, that is the ratio of amplitude of successive oscillations. x0 by x1 is equal to 1.32. Okay, then now we have to calculate the logarithmic decrement. Delta is equal to ln x0 by x1. Okay, അപ്പോൾ ഓൾറെഡി നമുക്ക് x0 by x1 കിട്ടി. സോ ln 1.32, ദാറ്റ് ഈസ് 0.278. ഇതാണ് ലോഗരിതമിക് ഡിക്രിമെന്റ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നമ്മൾ കണ്ടുപിടിക്കുന്ന ഡാമ്പിംഗ് ഫാക്ടർ ആണ്. How can we calculate damping factor? Damping factor already delta നമുക്കറിയാം. ഓക്കെ, ലോഗരിതമിക് ഡിക്രിമെന്റ് എന്ന് പറഞ്ഞാൽ 2 pi theta divided by root of 1 minus theta square ആണ്. അപ്പോൾ ഇതിനെ റീഅറേഞ്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് സീറ്റയുടെ വാല്യൂ കിട്ടും. ഓക്കെ, സീറ്റ ഈസ് ഈക്വൽ ടു root of 1 by 1 plus 4 pi square by delta square. ഡെൽറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെൽറ്റ സ്ക്വയർ എന്ന് പറയുന്നത് ലോഗരിതമിക് ഡിക്രിമെന്റ് ആണ്. ഓക്കെ, അപ്പോൾ ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ വി വിൽ ഗെറ്റ് 0.0442. ദാറ്റ് ഈസ് സീറ്റ എന്ന് പറയുന്നത് എന്താണ്? ഡാമ്പിംഗ് ഫാക്ടർ. ഓക്കെ, ദെൻ നമുക്കറിയാവുന്ന കാര്യമാണ് ഡാമ്പിംഗ് കോഎഫിഷ്യന്റ് എന്താണ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് സീറ്റ എന്ന് പറയുന്നാൽ ഡാമ്പിംഗ് കോഎഫിഷ്യന്റ് ഡിവൈഡ് ബൈ ക്രിട്ടിക്കൽ ഡാമ്പിംഗ് കോഎഫിഷ്യന്റ് ആണ്, C/Cc ആണ്.
സി സിയുടെ വാല്യൂ നമുക്ക് ഓൾറെഡി അറിയാം, ഇറ്റ് ഈസ് 2 ഇൻറ്റു റൂട്ട് എസ് എം. ഓക്കെ, അപ്പോൾ അതിനകത്ത് നമുക്ക് സിയുടെ വാല്യൂ കിട്ടും, സി ഇസ് ഇക്വൽ ടു സീറ്റ ഇൻറ്റു 2 ഇൻറ്റു റൂട്ട് എസ് എം. ഓക്കെ, എല്ലാ വാല്യൂസ് നമുക്കറിയാം, സീറ്റയുടെ വാല്യൂ നമുക്കറിയാം, സ്പ്രിംഗ് കോൺസ്റ്റന്റ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഓക്കെ, അതേപോലെ മാസ് നമുക്ക് പ്രൊവൈഡഡ് ആണ്. ഓക്കെ, അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് എങ്ങനെ കിട്ടും, ഡാമ്പിംഗ് കോഎഫിഷ്യന്റ് സി ഇസ് ഇക്വൽ ടു 7.4 ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ. ഓക്കെ, അപ്പം ഇത്രയാണ് നമ്മൾ ഇതുവരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ, അതായത് ഈ ഒരു സ്കീമിൽ, പുതിയ സ്കീമിലുള്ള 2015 സ്കീമിൽ വരുന്ന ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ചോദിച്ചിട്ടുള്ള ഫണ്ടമെന്റൽ വൈബ്രേഷനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ഇത്രയാണുള്ളത്. അപ്പോൾ ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്.